ഹലോ! നല്ലൊരു വരുമാനം വീട്ടിലിരുന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും, അതുപോലെ തന്നെ സൈഡായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അടിപൊളിയായിട്ട് സിമ്പിളായിട്ടും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ക്ലോത്താണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ സെൻറ്റിമീറ്ററും നീളവും വീതിയെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ 2 പീസ് തുണി വേണം. അതുപോലെ തന്നെ ഒരു ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക് ചെറിയ ഇലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ നീളം 16 സെൻറ്റിമീറ്ററാണ്. ബാക്കി എല്ലാത്തിൻ്റെ നീളവും വീതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വേണ്ട വലിയ വീതിയുള്ള, അതായത് 7 സെൻറ്റിമീറ്റർ വീതിയുള്ള തുണി എടുക്കുക. തുണി എടുത്തതിന് ശേഷം 45 സെൻറ്റിമീറ്റർ നീളത്തിലും 7 സെൻറ്റിമീറ്റർ വീതിയിലുള്ള തുണി എടുക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു ഓപ്പണിംഗ് ഭാഗം വരുന്നത് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കണം. നീളത്തിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 2 തയ്യൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ച്, എൻ്റെ മെഷീൻ ഒരു ശകലം ഡാമേജാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടർത്തി വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ആ വശം നമുക്ക് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വിടർത്തി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് നേരെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ മടക്കുന്ന കണക്ക് തന്നെ മടക്കുക. നടുക്കൂടെ നമ്മൾ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ട് വന്നത് 2 സൈഡിലോട്ടും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടല്ലോ, മടക്കി കൊടുത്തതിന് ശേഷം നല്ല വശം, അതായത് നമ്മുടെ തയ്ച്ച വശം ഉള്ളി പോകത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സൂചി നൂലും വെച്ച് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ നമ്മുടെ മെഷീൻ തയ്യൽ തയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ കൈത്തയ്യൽ തയ്ക്കുന്ന സമയത്തും സെയിം കളർ നൂലെടുക്കുകയാണെങ്കിൽ ഏറെ നല്ലത് കേട്ടോ. അപ്പം എനിക്കിവിടെ അത് സെയിലിനല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സെയിം കളർ നൂലൊന്നും അല്ല എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ 2 സൈഡിലെയും തുണി നമ്മുടെ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 വശത്തെയും തുണി നമുക്ക് ഒരു സൂചിയിലും ഒരു നൂലിലും നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ മാലയിൽ മുത്ത് കോർക്കുന്ന കണക്ക് തന്നെ നമ്മുടെ നൂലിൽ മുത്ത് കോർക്കത്തില്ല, അതുപോലെ തന്നെ ഇങ്ങനെ കയറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോർത്ത് തുണി ഇങ്ങനെ കോർത്ത് പോകാം. എത്രത്തോളം ചെറുതാക്കാവോ അത്രത്തോളം ചെറിയ സെക്ഷനായിട്ട് നമുക്ക് അറ്റം വരെ നമുക്കിത് ചുറ്റി നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വേസ്റ്റ് ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബണ്ണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു ചിലവുമില്ല, ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ചിലവും ഇതിന് വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ വേസ്റ്റ് ക്ലോത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ചിലവും വരുന്നില്ല. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. 2 അറ്റത്തെ നൂല് പതുക്കെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വലിക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ 4 വരി നൂലായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വലിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ വലിച്ച് എത്രത്തോളം വലിക്കുക. നടുക്ക് കുഴി ആ ഹോൾ വരാത്ത രീതിയിൽ വേണം നമ്മൾ വലിച്ചെടുക്കാൻ വേണ്ടി. ചെറിയൊരു ഹോളുണ്ട് കേട്ടോ, അതും നമ്മൾ കവർ ചെയ്ത് വേണം വലിച്ചെടുക്കാൻ വേണ്ടി. ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇറുക്കി വലിച്ചതിന് ശേഷം നമുക്കിത് കെട്ടിട്ട് കൊടുക്കുക. 2-3 തവണ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് അത് കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ നൂലൊന്നും പൊട്ടിച്ച് കളയാനൊന്നും പാടില്ല. സൂചി ആ ചെറിയൊരു ഹോളുണ്ടെന്നുണ്ടല്ലോ, അതിലേക്കൂടെ ഒന്ന് കുത്തി ഇറക്കുക. ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കുക. സെൻറ്റർ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കണം കേട്ടോ. സൂചി ഇതുപോലെ കുത്തി ഇറക്കിയതിന് ശേഷം നടുക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു മുത്തോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോണോ എന്ത് വേണമെങ്കിലും ബട്ടനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതുപോലെ അവിടെ ഇരുന്നോളും. ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇളകി വരത്തില്ലേ. പക്ഷേ ഇതങ്ങനല്ല, നമ്മൾ തയ്ച്ചു വെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും കേട്ടോ. ആ ഹോള് കവർ ചെയ്തൊക്കെ രീതിയിൽ നമുക്ക് ഇതുപോലൊരു മുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഗോൾഡൻ കളറിലെ മുത്താണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ മുത്തുണ്ടെങ്കിൽ 3-4 ഒരുമിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതും ഭംഗിയാണ്, ഇതും ഭംഗിയാണ് കേട്ടോ. അപ്പം നമുക്ക് സമയ ലാഭം അതുപോലെ തന്നെ ചിലവ് ലാഭം ഇതുപോലൊരു ഗോൾഡ് കളർ മുത്തോ അല്ലെങ്കിൽ വൈറ്റ് കളർ മുത്തോ ഒക്കെ വെക്കുന്നതായിരിക്കും കേട്ടോ. ചെറിയ മുത്താണെങ്കിൽ 3 ഒരുമിച്ച് അല്ലെങ്കിൽ 4 ഒരുമിച്ച് നമുക്ക് കുത്തി തയ്ച്ച് വെക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ തയ്ച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് 4 സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ തന്നെ 50 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ചെറുതായിട്ട് 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് വെച്ചതിന് ശേഷം 2 അറ്റത്തും നമ്മൾ അതുപോലെ മടക്കി വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ സൈഡ് ഭാഗം ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം. ഇതുപോലെ തയ്ച്ചുകൊണ്ട് വരണം. കണ്ട, ചെറുതായിട്ട് 2 അറ്റവും നമ്മൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ തയ്ച്ചേക്കുന്നത്. ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നമ്മളൊരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മെഷീൻ ഉള്ളവർക്ക് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഈ തയ്യൽ അകത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ ഈ ക്ലോത്ത് നമുക്ക് ഇത് അകത്തോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്താലും നമുക്ക് നല്ല ലാഭം കിട്ടും കേട്ടോ. വലിയ ചിലവൊന്നുമില്ല. നിങ്ങളൊരു തയ്യൽക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിക്ക് എങ്ങും പോകേണ്ട, നിങ്ങൾക്ക് വേസ്റ്റ് വന്ന ക്ലോത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമ്മൾ തയ്യൽ അകത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ
കുത്തിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് ചെയ്യണം, നമ്മൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് 16 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറിയ എലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്, വലിയ വീതിയൊന്നും ഇല്ലാത്ത ചെറിയ എലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തോടൊന്ന് കയറ്റി കൊടുക്കാം. നമ്മൾ പാവാടയ്ക്കൊക്കെ നാട ഇടത്തില്ലേ, വള്ളി ഇടത്തില്ലേ, അതിടുന്ന കണക്ക് നമുക്ക് എലാസ്റ്റിക് ഇതിനകത്തോടൊന്ന് കയറ്റി കൊടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു സാധനം ചെയ്യാൻ. ഒന്നും അറിയണമെന്നില്ല, ഒന്നും അറിയാത്തവർക്ക് പോലും വീട്ടിലിരുന്നൊരു വരുമാനം കണ്ടെത്താൻ നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. എലാസ്റ്റിക് കയറ്റിയതിന് ശേഷം നമ്മൾ 2 സൈഡിൽ എലാസ്റ്റിക് എടുത്തേണ്ട ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷീനിൽ തയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മേളിൽ കയറി പോകാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷീനിൽ തയ്ക്കാതെ സിമ്പിളായിട്ട് 2 തയ്യൽ ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ലോക്കിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും തയ്ക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് സൂചി നൂലും വെച്ച് നന്നായിട്ട് മുറുക്കി തയ്ച്ചു കൊടുക്കുക. ഇറുക്കി വേണം തയ്ക്കാൻ വേണ്ടി കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് എലാസ്റ്റിക് വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ തയ്ക്കാൻ പാടുള്ളൂ കേട്ടല്ലോ. ഇനി അതെല്ലാം നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഉണ്ടല്ലോ, അതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പമാണ്. ഇത്രയുള്ള പരിപാടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ആ തയ്ച്ച് നിർത്തിയ ഭാഗം ഉണ്ടല്ലോ, ആ 2 സൈഡിലും തയ്ച്ച് നിർത്തിയ എലാസ്റ്റിക് തയ്ച്ച് നിർത്തിയ ഭാഗത്ത് വേണം നമ്മൾ ഇത് കുത്തി ഇറക്കാൻ വേണ്ടി. ഈ നൂലും സൂചിയും നമ്മൾ ഈ 2 ക്ലോത്തും ഒരുമിച്ച് ഇതുപോലെ നമ്മൾ കയറ്റുക. ആ 2 ഓപ്പണിംഗ് ഭാഗത്തെ 2 തുണിയും ഇതുപോലെ നമ്മൾ ഈ സൂചിക്കകത്ത് കോർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവറിൻ്റെ ബാക്ക് വശം നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ള പരിപാടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചും കൊടുക്കാം. ഞാനിവിടെ തയ്ച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തയ്ച്ച് വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടോ. തയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പൂവിൻ്റെ എതള് പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തൊന്നും നമ്മുടെ സൂചിയും നൂലൊന്നും ടച്ച് ചെയ്യാനേ പാടില്ല കേട്ടോ. എങ്കിൽ ആ പൂവിൻ്റെ ഭംഗി മാറും കേട്ടോ. അതുകൊണ്ടാണ് ഈ അടിഭാഗത്ത് മാത്രം നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ സെയിം കളർ നൂലെടുക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം കളർ നൂല് തന്നെ എടുക്കുക കേട്ടോ. അല്ലാതെ ഈ കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാനുള്ള ചാൻസ് ഉണ്ട്. സെയിം കളറാണെങ്കിൽ ഒന്നും അറിയത്തില്ല കേട്ടോ. അത് അവിടെ ഇരുന്നോളും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഈ എലാസ്റ്റിക്കൊക്കെ എല്ലായിടത്തും ഒരുപോലെ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇപ്പം ഞാൻ കാശ് കൊടുത്ത് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കാറില്ല. ഇതുപോലെ ഹെയർ ആക്സസറീസ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനും കുഞ്ഞുമൊക്കെ ബോയൊന്നും ഞാൻ വെക്കത്തില്ല. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അടിപൊളിയായിട്ട് ഉണ്ട് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ എലാസ്റ്റിക് കുറച്ചുകൂടി എടുക്കുകയാണെങ്കിൽ ഒരു ഒരു 45 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 35 സെൻറ്റിമീറ്റർ ഒക്കെ നീളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഹെയർ ബാൻഡ് പോലെ കുഞ്ഞുങ്ങൾക്ക് ഹെയർ ബാൻഡ് പോലെയൊക്കെ ഉപയോഗിക്കാം. ഒരു 35 സെൻറ്റിമീറ്റർ ഒക്കെ മതിയാവും. അപ്പം അങ്ങനെ എടുക്കാം. കുഞ്ഞു പിള്ളേർക്കൊക്കെ നമുക്ക് അങ്ങനെ ഹെയർ ബാൻഡ് ആക്കാം. ഇത് ചെറുതായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും സെയിം കളർ നൂലെടുക്കുക. ഇല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഇത് കാണാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം വർക്ക് ചെയ്യാതെ കൊടുക്കരുത്. നടുക്കൊരു സെൻറ്ററിലൊരു മുത്തെങ്കിലും നമ്മൾ ഇതുപോലെ കടുപ്പിക്കാതെ കൊടുക്കരുത് കേട്ടോ. ഇത് വേസ്റ്റ് വന്ന ക്ലോത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ ബ്ലൗസ് പീസൊക്കെ ഉണ്ടല്ലോ, സാരിയിൽ നിന്ന് വെട്ടുന്ന ബ്ലൗസ് പീസ് ഉണ്ടല്ലോ, ആ പീസ് കൊണ്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായെങ്കിൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ കുറച്ച് സമയം, അതായത് 10 മിനിറ്റ് മാത്രം പാഴാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നിത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ദിവസം ഒരു 20 രൂപ നമുക്ക് ഒരെണ്ണത്തിൻ്റെ പുറത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.